അയ്യപ്പനെ തൊട്ടുകളിച്ചവരാരും സമാധാനത്തോടെ ഇരുന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയ്യപ്പന്റെ മുതല് മോഷ്ടിച്ച് കള്ളക്കളി നടത്തിയെന്ന ആരോപണം ഒരു പോറ്റിക്കെതിരെ വരുന്നത്. അതിന് പിന്നാലെ ഇതാ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. അയ്യപ്പന്റെ മുതല് തൊട്ടതോടെ അയ്യപ്പൻ തന്നെ എല്ലാം വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നു. ശബരിമല സ്വർണ്ണപ്പാളിയുടെ സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തലസ്ഥാനത്ത് മാത്രം കോടികളുടെ ഇടപാടുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോടികളുടെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. ബ്ലൈഡ് പലിശയ്ക്ക് പണം നൽകി ഭൂമി പലയിടത്തും സ്വന്തം പേരിലാക്കിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. 3 വർഷത്തിനുള്ളിൽ മാത്രം 30 കോടിയിലധികം ഭൂമിക്കച്ചവടങ്ങൾ നടന്നതിന്റെ രേഖകളും കണ്ടെത്തി. മുൻ ദേവസ്വം കരാറുകാരനാണ് തലസ്ഥാനത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരൻ. സ്വന്തം പേരിലും ഭാര്യയുടെയും അമ്മയുടെയും പേരിലും ഭൂമി ഇടപാട് നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു. കിളിമാനൂർ കാരേറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണന്റെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിലും പീഠം കാണാതായതിലും ഉത്തരങ്ങൾ തേടും. 2019 ജൂലൈ 20-ന് പാളികൾ ഇറക്കിയെങ്കിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന കമ്പനിയിൽ എത്തിച്ചത് 40 ദിവസം കഴിഞ്ഞാണ്. 1 മാസം ഇത് എവിടെയായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കേണ്ടി വരും. തിരികെ കൊണ്ടുവന്നപ്പോൾ 4 കിലോ കുറഞ്ഞത് മഹസറിൽ രേഖപ്പെടുത്താത്തതിനെ കുറിച്ച് ദേവസ്വം ജീവനക്കാരും മറുപടി പറയേണ്ടി വരും. ശബരിമലയെ മുൻനിർത്തി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തിയെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ചട്ടങ്ങൾ മറികടന്ന് സ്വർണ്ണപ്പാളികൾ ബംഗളൂരിൽ എത്തിച്ചതും പണപ്പിരിവിന് വേണ്ടിയാണോ എന്നാണ് സംശയിക്കുന്നത്.